പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ദയനീയമായി 3-ാം സ്ഥാനത്തെത്തിയതിൻ്റെ മനോവേദനയിൽ കോഴിക്കോട്ടെ വീട്ടിൽ മുറിയടച്ചിരുന്ന പാർട്ടിക്കാരോട് പ്രതിഷേധിച്ച കെ മുരളീധരൻ ഇനി കുറേ നാൾ പൊതുപ്രവർത്തനത്തിനില്ലെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മുങ്ങി. ഇപ്പോൾ പറയുന്നു വട്ടിയൂർക്കാവാണ് തൻ്റെ തട്ടകമെന്ന്. അന്ന് തുടങ്ങിയതാണ് മുരളിക്ക് വേണ്ടി അനുയായികളുടെ പോസ്റ്റർ പ്രചാരണം. മുരളീധരൻ മുമ്പ് പാർലമെൻറ്റ് അംഗമായിരുന്ന കോഴിക്കോട് മണ്ഡലത്തിലാണ് പോസ്റ്ററുകൾ ഏറെയും നിരന്നത്. ഏകാന്തവാസം കഴിഞ്ഞ് നേതാവ് ഡൽഹിക്ക് വണ്ടി കയറി. അവിടുന്നാണ് തിരുവനന്തപുരത്തെത്തിയത്. തൃശ്ശൂരെ തോൽവിയുടെ പേരിൽ DCC പ്രസിഡൻറ്റിൻ്റെയും UDF ജില്ലാ കൺവീനറുടെയും തലകൾ ഡൽഹിയിൽ ഉരുണ്ടു. എന്നിട്ടും അനുയായികൾ വിടുന്ന മട്ടില്ല. നായകൻ വരൂ, കേരളത്തെ രക്ഷിക്കൂ എന്നാണ് പല പോസ്റ്ററുകളിലും കണ്ട ആവശ്യം. ഇത് കേട്ടാൽ തോന്നും കേരളം എന്തോ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന്, നായകൻ വന്നാലേ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. ഇനി അവർ കേരളത്തിലെ കോൺഗ്രസിനെയാണോ ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. അവിടെയും കാര്യമായ അപകടത്തിന് വഴി കാണുന്നില്ല. പാർട്ടി മത്സരിച്ച 16 സീറ്റിൽ 14 വിജയിച്ചു. നായകന് വേണ്ടി അവർ മനസ്സിൽ കണ്ടുവയ്ക്കുന്നത് വയനാട് സീറ്റോ ചിലപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനമോ എന്നറിയില്ല. എന്തായാലും വയനാട് സീറ്റ് നോക്കി ഇനി വെള്ളമിറക്കിയിട്ട് കാര്യമില്ല. അത് പ്രിയങ്ക ഗാന്ധി കൊണ്ടുപോയി. KPCC പ്രസിഡന്റ് സ്ഥാനമാണെങ്കിൽ അതിൻ്റെയും കണ്ണൂരിലെ MP സ്ഥാനത്തിൻ്റെയും ഭാരം ഒരുമിച്ച് എങ്ങനെ കൊണ്ടു നടക്കുമെന്ന ആശങ്കയിലാണ് കെ സുധാകരൻ. പഴയതുപോലെ രണ്ടും ചുമന്ന് നടക്കാൻ ആരോഗ്യം അദ്ദേഹത്തിനെ അനുവദിക്കുന്നില്ല. പ്രസിഡന്റ് സ്ഥാനം മുരളീധരന് കൈമാറാൻ തയ്യാറാണെന്ന് കോഴിക്കോട്ടെ വീട്ടിൽ മുരളിയെ സ്വാന്തനിപ്പിക്കാനെത്തിയ വേളയിൽ സുധാകരൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ സുധാകരൻ തന്നെ തുടർന്നും ആ പദവി വഹിക്കണമെന്നാണ് മുരളീധരൻ മറുപടി പറഞ്ഞത്. മുരളിയെ കൂളാക്കാൻ മറ്റെന്തു വഴി? പക്ഷേ ഇതൊന്നും കണ്ട് പത്മജ ചിരിക്കണ്ട. പ്രിയങ്ക വരുന്നതോടെ പത്മജയുടെ ഗ്യാസ് പോയി. പത്മജ വിചാരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് കൂട്ടിന് ആരെങ്കിലുമൊക്കെ വരുമെന്നായിരുന്നു. പ്രിയങ്ക വന്നതോടെ അതിനിനി ചാൻസില്ല. യഥാർത്ഥത്തിൽ പത്മജയുടെ ഉറക്കമാണ് നഷ്ടപ്പെട്ടത്.